ക്ഷേത്രോപദേശക സമിതിയും സേവാഭാരതിയും സംയുക്തമായി നടത്തുന്ന അന്നദാന യജ്ഞത്തിന് ഒരുക്കങ്ങളായി. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ശരിയായ മാർഗം. ക്ഷേത്രോപദേശക സമിതിയുടെയും സേവാഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടെ അന്നദാന യജ്ഞം നടത്തുക. മാർച്ച് 19, 20, 21 തീയതികളിലായി നടക്കുന്ന അന്നദാന യജ്ഞത്തിൽ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ 3 നേരങ്ങളിൽ സൗജന്യ ഭക്ഷണം, വൈദ്യസഹായം, ആംബുലൻസ്, ഇൻഫർമേഷൻ സെന്റർ തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഇത്തവണയും തയ്യാറാക്കിയിരിക്കുന്നത്. വർക്കിംഗ് ചെയർമാൻ മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ, ജനറൽ കൺവീനർ ON ഉണ്ണികൃഷ്ണൻ, സുരാജ് എന്നിവർ അറിയിച്ചു. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ പന്തല് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ്. കഴിഞ്ഞ 20 കൊല്ലമായി സേവാഭാരതി മറ്റ് ഒട്ടനവധി 42ഓളം ഹൈന്ദവ സന്നദ്ധ സഭകൾ കൂടാതെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്ന് നടത്തുന്നൊരു വലിയ അന്നദാന പ്രസ്ഥാനമാണ്. കഴിഞ്ഞ കൊല്ലം ഏകദേശം 2 ലക്ഷത്തിൽ പരം പേർക്ക് 3 നേരത്തെയും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് 19-ാം തീയതി തുടങ്ങി, രാവിലെ 9 മണിക്ക് ഉദ്ഘാടനമാണ് ദേവസ്വം പ്രസിഡന്റ്. 21-ാം തീയതി ഉച്ചയ്ക്ക് വരെ നടന്നുകൊണ്ടിരിക്കും. ഇതുകൂടാതെ ഇവിടെ ആംബുലൻസ് സർവീസ്, വൈദ്യസഹായം, ലോസ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, വെള്ളം, കുടിവെള്ളം, അങ്ങനെ ഒട്ടനവധി ഇതിനോടനുബന്ധിച്ച മറ്റൊരു പല ഇന്ന് നടക്കുന്നത് അതിൻ്റെ അറിയാനും ക്ലീനിങ് ഓപ്പറേഷനൊക്കെയാണ്. മറ്റന്നാൾ 17-ാം നാളെ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. 17-ാം തീയതി പ്രാദേശിക തലത്തിൽ കലവറ നിറയ്ക്കും. 18-ാം തീയതി ഈ വേദിയിൽ തന്നെ കലവറ നിറഞ്ഞ് 19-ാം തീയതി രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം നടക്കും. ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാലോ, ഗ്യാസിൻ്റെ കുറവൊക്കെ പറഞ്ഞ് ചില ഹോട്ടലൊക്കെ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ സംഖ്യ വളരെ കൂടാനാണ് സാധ്യത. അതിനുള്ള വ്യവസ്ഥകളും നമ്മൾ ചെയ്തു വരുന്നു. നിങ്ങളുടെ മീഡിയ നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കണം. കാരണം ഈ പ്രസ്ഥാനം നടക്കണമെങ്കിൽ നാട്ടുകാർ